ഞാൻ മോഹൻലാൽ നല്ല സീനും ചെയ്യുമ്പോഴും കരയുന്നു, അഴുക്ക് സീൻ ചെയ്യുമ്പോഴും കരയുന്നു. എന്താണെന്ന് അറിയില്ല. സീനിൽ കൈയടിക്കായിരുന്നു, പക്ഷെ ഞാൻ കരയുമായിരുന്നു. അയ്യോ, ഞാൻ എൻ്റെ ലാലേട്ടനെ പിന്നെ കണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറ്റുന്നില്ല. ഭയങ്കര എമ്പുരാൻ കണ്ടിട്ടും ഓവറോൾ നമ്മൾ ആഘോഷിക്കപ്പെടുമെന്നെങ്കിലും പെടുന്നുണ്ടെങ്കിലും ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉള്ള ഒരു ഒറ്റ സീൻ പോലും എനിക്ക് അതിലുണ്ടെന്ന് തോന്നുന്നു. മോഹൻലാലിന്റെ അഭിനയം കണ്ട പിന്നെ നമ്മൾ അതിലോട്ടായി പോവല്ലോ. വില്ലനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് രണ്ട് ഇടി കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി വില്ല. നമുക്ക് ഇങ്ങനത്തെ ലാലേട്ടനെ നമ്മൾ ഏറ്റവും കൂടുതൽ ലാലേട്ട ഫാൻസ് ആക്കി മാറ്റിയത് ഇങ്ങനത്തെ അഭിനയമല്ലേ. നല്ല പടമാണ് ബ്രോ, നല്ല പടമാണ്. മോഹൻലാൽ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പടമാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോഴാണ് പഴയ മോഹൻലാലിനെ കാണാൻ കിട്ടിയത്. നല്ല പടമാണ്. നല്ല സിനിമയായിരുന്നു. മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പറയാം. അതെ, നല്ല സിനിമ. അതെ, കാത്തിരുന്ന മോഹൻലാലിനെ തിരിച്ചു കിട്ടി. അതെ അതെ, നല്ല സിനിമയായിരുന്നു. നല്ല മൂവിയായിരുന്നു. എല്ലാം അടിപൊളിയാ, നന്നായിട്ട് ചെയ്ത്. നല്ല സൂപ്പർ പടമായിരുന്നു. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. എന്താണോ ലാലേട്ടൻ നമ്മൾ വിചാരിച്ചേക്കളെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഈ സിനിമ വന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല അഭിനയം, കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ കാണാം, കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും പഴയ മോഹൻലാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഇത് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ്. അവരുടെ കോംബോ എങ്ങനെയുണ്ടായിരുന്നു? ശോഭനയായിട്ടൊക്കെ ഉള്ള ഒരു കോമഡി സീനും കോമ്പോസും ഒക്കെ എല്ലാം കൊള്ളാം. പടം ബെറ്റർ പടമാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ. ഭയങ്കര കിടിലായിരുന്നു. മോഹൻലാലിന്റെ അഭിനയം, ഫൈറ്റും എല്ലാം കിടണം. മ്യൂസിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ അഭിനയം കണ്ട പിന്നെ നമ്മൾ അതിലോട്ടായി പോവല്ലോ. അങ്ങനെ കരഞ്ഞിട്ടില്ല, പക്ഷെ കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ലാലേട്ടൻ ഇങ്ങനെ പവർ പാക്ഡ് ആയിട്ട് കാണാൻ വേണ്ടി. എല്ലാവരും കണ്ടിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വില്ലനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് രണ്ട് ഇടി കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി വില്ലൻ. ആള് ഭയങ്കര കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യും. അടിപൊളിയായിരുന്നു, സൂപ്പർ. ഞാൻ പണ്ട് കണ്ട മോഹൻലാൽ ഇപ്പം തിരിച്ചു വന്നു. മോഹൻലാലും ശോഭനയും. ഞാൻ മോഹൻലാൽ നല്ല സീനും ചെയ്യുമ്പോഴും കരയുന്നു, അഴുക്ക് സീൻ ചെയ്യുമ്പോഴും കരയുന്നു. എന്താണെന്ന് അറിയില്ല. സൂപ്പർ. പണ്ട് കണ്ടത് ഇതിന് എത്രയോ പടങ്ങൾ കണ്ടു, ഒന്നുമില്ല. മോഹൻലാലിന് 5 മിനിറ്റല്ല കൊടുക്കേണ്ടത്, ഇതുപോലെ കൊടുക്കണം. അയ്യോ ചേട്ടാ, ഒന്നും കൂടുതലൊന്നും പറയാനില്ല. ലൈക്ക് എല്ലാ വയസ്സും നമ്മൾ പറയില്ല, നമ്മൾ മനസ്സ് നിറഞ്ഞൊരു സദ്യ കഴിച്ചിറങ്ങില്ല. എല്ലാവർക്കും മറ്റേ രോമാഞ്ചം വന്ന സീനിൽ കൈയടിക്കായിരുന്നു, പക്ഷെ ഞാൻ കരയുമായിരുന്നു. അയ്യോ, ഞാൻ എൻ്റെ ലാലേട്ടനെ പിന്നെ കണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറ്റുന്നില്ല. ഭയങ്കര സൂപ്പർ. താങ്ക് യു. പിന്നെ ഇതുപോലെ കാത്തിരിക്കുമല്ലോ, ഇങ്ങനെ ഒരാളുണ്ടെന്ന് നമുക്കറിയാം. കാണാൻ കൊതിച്ചിരുന്ന ആൻഡ് ബി ഗോട്ട് ദിസ്. കം ഓൺ. അടിപൊളി സിനിമ. ഓവറോൾ കിട്ടില്ല. മേക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒരു രക്ഷയില്ല. അടിപൊളി. ഉറപ്പായിട്ടും പഴയ ഒരു ലാലേട്ടൻ്റെ ആക്ടിങ് ഒന്നും കൂടെ കാണാൻ വേണ്ടി പറ്റി കുറേ നാൾക്ക് ശേഷം. അടിപൊളിയാണ്. അടിപൊളി പടം. മോഹൻലാലിനെ കിടിലം കംബാക്ക് എന്ന് പറയാം. എമ്പുരാൻ കണ്ടിട്ടും ഓവറോൾ നമ്മൾ ആഘോഷിക്കപ്പെടുമെന്നെങ്കിലും പെടുന്നുണ്ടെങ്കിലും ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉള്ള ഒരു ഒറ്റ സീൻ പോലും എനിക്ക് അതിലുണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഇത് മോഹൻലാലിൻ്റെ ഒരു കിടിലം കംബാക്ക് തന്നെയായിരുന്നു. ഈ മോഹൻലാലാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ. ഏതൊരു പ്രേക്ഷകനും ഏതൊരു രീതിയിലും ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്, ഒരു സംശയമില്ല. കണ്ണ് നിറയാനുള്ള സീൻസ് ഉണ്ട്. ഫിലിം മൊത്തത്തിലൊരു ഞാൻ പറയുന്നില്ല, കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാലും മോഹൻലാലിൻ്റെ കംബാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നും പറയാനില്ല. അടിപൊളി പടം. പിന്നെ ഫാമിലിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലി തന്നെ കാര്യം. നല്ല പടം. ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് വില്ലൻ്റെ കാര്യം. പ്രകാശ് വർമ്മയും രണ്ടുപേരും കട്ടയ്ക്കുന്ന പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ലെവലിൽ കൊണ്ടുവരും, പിന്നെ ഒരു ഹൈപ്പ് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ. നല്ല എൻഗേജ് പടം. ഈ ലാലേട്ടൻ തന്നെ കാത്തിരുന്നത്. നമുക്ക് ഇങ്ങനത്തെ ലാലേട്ടനെ നമ്മൾ ഏറ്റവും കൂടുതൽ ലാലേട്ട ഫാൻസ് ആക്കി മാറ്റിയത് ഇങ്ങനത്തെ അഭിനയമല്ലേ. അപ്പോൾ ഈ ഒരു ലാലേട്ടൻ വരും നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ആൾക്കാരെ പോലെ തന്നെയുള്ള എക്സ്പ്രഷൻ നാച്ചുറലാണ് പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിച്ച് തോന്നത്തില്ല. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പുള്ളി ചെയ്യുന്ന എല്ലാം ബിഹേവിയർ ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. നല്ല പടമായിരുന്നു, നല്ല അഭിനയം. ഉറപ്പായിട്ട് ഇതുപോലെ സാധാരണക്കാരനായ ലാലേട്ടൻ അതെങ്ങനെ വന്നാലും പുള്ളി ഇങ്ങനെയാണ് നമുക്കിഷ്ടം.